കയ്യിൽ ഒരു കോടി. Are you ready? Powered by Josco Jewelers. എല്ലാ യുദ്ധങ്ങളും സമാധാനം പുലർത്താൻ വേണ്ടിയായിരുന്നോ? അറിയില്ല അല്ലേ? നിങ്ങളുടെ ജീവിതത്തിന് സമാധാനമേകാൻ ഞങ്ങൾ ഇവിടെ 1 കോടി രൂപയാണ് വെച്ചിരിക്കുന്നത്. ഇത് സ്വന്തമാക്കാൻ നിങ്ങൾ യുദ്ധം ചെയ്യൊന്നും വേണ്ട. വെറും യുക്തിപൂർവമായ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ മാത്രം മതി. എന്റെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകാൻ ഈ 1 കോടി രൂപ സ്വന്തമാക്കാൻ ആരാ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. They are Amita and Sangeet from Kollam. നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. നമസ്കാരം. How are you? I am fine. Welcome. Amita, ചിരിക്കോ? Okay, tell me. രണ്ടുപേരും cousins ആണ്. എങ്ങനെയാണ് റിലേറ്റഡ്? അദ്ദേഹത്തിന്റെ അമ്മയുടെ കസിൻ ആണ് എന്റെ ഫാദർ. Okay. ലോങ് വേ. കറങ്ങി കുത്തി വന്നു അല്ലേ? Okay, എന്ത് ചെയ്യുന്നു രണ്ടുപേരും? ഞാൻ MCA പഠിക്കുന്നു. MCA ഒക്കെ പഠിക്കുന്നു. എവിടെയാ പഠിക്കുന്നത്? കൊല്ലത്ത് തന്നെയാണോ? അല്ലല്ല, ആയൂർ മാർത്തോമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. All right. എത്രാമത്തെ വർഷം? First year. Okay. You did BCA for your BSc Computer Science. BSc Computer Science ആണ് ചെയ്തത്. Okay, I'm also BSc Com. Okay. And you? I'm an architect. പക്ഷേ ഞാനൊരു കോളേജിൽ പഠിപ്പിക്കുകയാണ് ചെയ്യണം. അപ്പോൾ എൻ്റെ കുട്ടികൾ മൊത്തം ഈ ഷോ കാണാമെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. I have 120 supporters. 120 supporters. Yeah. SMS ഉണ്ടായിരുന്നു അയച്ചതിന്. At the same time ഇത് കൊണ്ടുപോയില്ലെങ്കിൽ അതെ. It's double it ആണ്. അതെ. അങ്ങനെ ഇവിടെ ഇങ്ങോട്ട് വന്നു. അമിതയാണ് SMS അയച്ചത്. അമിതയാണ് SMS അയച്ചത്. What made you send the SMS? 1 കോടി രൂപ തന്നെയായിരുന്നു. All right. എന്താണ് ഡ്രീം? നിങ്ങൾ രണ്ടുപേരുടെയും ഒരു ഇൻഡിവിജ്വൽ ഡ്രീം പറയൂ ആദ്യം. അമിത ഫസ്റ്റ്. എന്റെ വിദ്യാഭ്യാസം തന്നെ. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. എന്റെ അച്ഛനും അമ്മയ്ക്കും. എനിക്കൊരു ബ്രദർ ഉണ്ട്. ഞങ്ങൾ ട്വിൻസ് ആണ്. വെരി നൈസ്. അമിതക്ക് ട്വിൻ ബ്രദർ ഉണ്ട്. എന്താണ് പേര്? അമോദ്. അമോദ്. ഓക്കേ, ദാറ്റ്സ് വെരി എനിക്കൊരു നൈസ്. ചേച്ചിയുണ്ട്, അനന്യ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഓക്കേ. ചേട്ടൻ രഞ്ജിത്ത്. ചേട്ടൻ നേവിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ എന്റെ അച്ഛനും ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് 1 വർഷമായി. ഓക്കേ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിക്കണം. അവന് PG എടുക്കണം. എനിക്ക് MTech എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതെ. വിദ്യാഭ്യാസത്തിന് വേണ്ടി 1 കോടി രൂപ. യെസ്. ആൻഡ് വാട്ട് അബൌട്ട് യു? എന്റെ ഫസ്റ്റ് ലെയർ എന്ന് വെച്ചാൽ എനിക്ക് പഠിപ്പിക്കണം. പിന്നെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. നല്ലോണം PG ചെയ്യണം. ഇതൊക്കെ തന്നെയാണ്. പിന്നെ എല്ലാവർക്കും അനിയത്തിനെ നല്ലോണം പഠിപ്പിക്കണം. എന്റെ കോഴ്സ് പഠിക്കാൻ കയറി ഇപ്പൊ അയാൾ സ്വാധീനാണ്. ഇപ്പൊ രണ്ടുപേരും മത്സരിക്കാൻ പോകുന്നത് 1 കോടി രൂപയുമായിട്ടാണ്. ദിസ് മണി ഈസ് യോഴ്സ്. പ്ലീസ് കം. നമ്മുടെ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ധാത്രിയാണ്. ഓൾറൈറ്റ്. ഈ 1 കോടി രൂപ തിരിച്ച് കോളേജിലേക്കും തിരിച്ച് അച്ഛനും അമ്മയും എടുത്തും കൊണ്ടുപോകണമെങ്കിൽ യു നീഡ് ടു ഫേസ് 7 ക്വസ്റ്റ്യൻസ് ഓഫ് മൈൻഡ്. ആരംഭിക്കാൻ പോകുന്നു ആദ്യത്തെ ചോദ്യം ആൻഡ് 1 കോടി രൂപ. യു റെഡി ടു പ്ലേ? Amita and Sangeet, let's play Vivel Kayil 1 കോടി. Are you ready? അറിയാമല്ലോ, ഓരോ ചോദ്യങ്ങൾക്കും ഈ 2 കാറ്റഗറീസ്. നിങ്ങൾക്ക് കാറ്റഗറി ചൂസ് ചെയ്യാം. That is also another option we are giving you. Okay, categories for question number 1 are ഭരണാധികാരികൾ and മുഖ്യമന്ത്രി. Okay, ഭരണാധികാരികളാണ് chosen category. Answer options are 16ാമത്, 17ാമത്, 18ാമത്, 19ാമത്. നോക്കാം ചോദ്യം. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മ ഏത് നൂറ്റാണ്ടിലാണ് ഭരണം നടത്തിയിരുന്നത്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് 16ാമത്, 17ാമത്, 18ാമത് ആൻഡ് 19ാമത്. Your time starts now. Discuss and decide. 50 seconds remaining. ഞാൻ അപ്പുറത്തേക്ക് അതിൽ എത്ര വെക്കും? എണ്ണി വെക്കും. 40 seconds ഉണ്ട്. 2, 4, 5, 6, 7, 8, 9, 10. വേഗം വെച്ചോളൂ. മൊത്തം ഇതിനകത്തേക്ക് വാക്കി. ഈക്വൽ 18 വെക്കണം. 20 seconds. വേണ്ട 18 വെക്കും. വെക്കും 4, 6 വെക്കും. 10, 9,
16ാമത് 38 ലക്ഷം, 17ാമത് 56 ലക്ഷം, 18ാമത് 6 ലക്ഷം, 19ാമത് ഒന്നുമില്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട. വേണ്ട. എന്തുകൊണ്ടാണ് 17ാമതില് ഇത്രയും വലിയ തുക വെച്ചിരിക്കുന്ന? ആർ യു മോർ കോൺഫിഡന്റ് അബൌട്ട് ഇറ്റ്? I know it is not 19. ഓക്കെ. സോ ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കണം. അപ്പോൾ എന്താ പറയാ, അതൊരു ഇത് മൂന്നും തമ്മിലൊരു കറക്കി കുത്തലായിരുന്നു അത്. അല്ല, ഒന്നും പറയാൻ പറ്റില്ല. 18 ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ആണോ? കാരണം തിരുവിതാംകൂറിൽ അതിനുശേഷം ഭരണാധികാരികൾ വീണ്ടും വന്നിട്ടുണ്ട്. സ്വാതിരൽ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറാണ്. 18ാം നൂറ്റാണ്ട് നമുക്ക് ഒത്തിരി ദൂരമൊന്നുമല്ല, അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇറ്റ് ഷുഡ് ബി എയ്തർ 16 17. 17 ഫീൽ ചെയ്തു, അതുകൊണ്ട് അപ്പൊ നോക്കാം. ഓക്കെ, പ്ലീസ് സ്റ്റെപ്പ് ഫോർവേഡ്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മ ഏത് നൂറ്റാണ്ടിലാണ് ഭരണം നടത്തിയിരുന്നത് എന്നാണ് ചോദ്യം. 16ാമത് എന്ന ആൻസർ ഓപ്ഷനിൽ 38 ലക്ഷം. ഏറ്റവും വലിയ എമൗണ്ട് വെച്ചിരിക്കുന്നത് 56 lakhs ആണ്. 17ാമതിൽ 18ാമത് 6 ലക്ഷം രൂപ മാത്രം. 19ാമതിൽ ഒന്നുമില്ല. ആദ്യത്തെ ചോദ്യമാണ്. മുന്നോട്ട് പോകാം. ടോപ്പ് ഓർ ഡ്രോപ്പ്? Amit and Sangeet, 94 lakhs. ഒറ്റയടിക്ക്. ജീവിതത്തിൽ ഇതിലും വലിയ ഷോക്കിംഗ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? അതോ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. അമിതയ്ക്ക് ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? 21st century. Count back. 19th century. What happened? No, 21ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ 2000-ന് ശേഷമായിരിക്കും. ഒരു സ്റ്റെപ്പ് ബാക്ക് ആയിരിക്കും. That's right. So that logic drop. Logic is costing you 94 lakhs? My God. 18ാമത് എന്ന ആൻസർ ഓപ്ഷനിൽ ഇപ്പോൾ 6 ലക്ഷം രൂപയുണ്ട്. 19ാമത് എന്ന ആൻസർ ഓപ്ഷനിൽ ഒന്നും ഇല്ല. Either you going to move on with 6 lakhs to the next question. Yeah, or we drop here. Oh God. Top or drop? അമിത, സംഗീത്, എന്താ പറയാനുള്ളത്? അങ്ങനെയാണ് സത്യം. ശരിയാതായിരുന്നു. 19ാമത് is the right answer. 1813 അദ്ദേഹം ജനിച്ചത്. നമ്മൾ ഒരു വർഷം 10ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 18ായിരിക്കും. അപ്പൊ ഒരു ഡ്രോപ്പ് കഴിഞ്ഞപ്പോൾ did you അത് നമ്മൾ തൊട്ട് മുമ്പ് സംസാരിച്ചപ്പോൾ മനസ്സിലായി. Okay, nevertheless, thank you so much for being here. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു, but thank you very much, Sangeet and Amita. അമിതയ്ക്ക് എപ്പോഴും ഷോക്ക് ഒന്നും മാറിയിട്ടില്ല അല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. അതെ, ഇനിയും എത്ര കോടി വരാനിരിക്കുന്നു. എക്സാക്ട്ലി. വിവലുടെ വക ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. അമിത ആൻഡ് സംഗീത് ആൻഡ് ജോസ്കോ ജുവലേഴ്സ് നൽകുന്ന 10,000 രൂപയുടെ ഗോൾഡ് ഗിഫ്റ്റ് വൗച്ചർ ആൻഡ് ഫ്രാൻസിസ് ആലുക്കാസ് നൽകുന്ന 10,000 രൂപയുടെ ഡയമണ്ട് ഗിഫ്റ്റ് വൗച്ചർ. എടുത്തോളൂ. അപ്പോ വേഗം വിട പറയേണ്ടി വന്നു. But nevertheless, something else is waiting for you elsewhere. The game of life is not over. Not over. It keeps going on. But thank you very much, Amita and Sangeet. Thank you. വീട്ടിലിരിക്കുന്ന പ്രേക്ഷകർക്ക് മത്സരിക്കാം. ഇന്നത്തെ ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ ഇടവം, ബി കർക്കിടകം, സി തുലാം,
D. Meenam. So before we welcome the next contestants, ഒരു ചെറിയ ഇടവേള on Vivel Kayil ഒരു കോടി. Are you ready? Welcome back to Vivel Kayil ഒരു കോടി. Are you ready? Powered by Josco Jewelers. I get so excited when I have to give away 1 crore. ഈ ഒരു കോടി രൂപ ഇതാ വീണ്ടും എൻ്റെ മുമ്പിൽ. ഇത് സ്വന്തമാക്കാൻ എത്താൻ പോകുന്ന മത്സരാർത്ഥികൾ ആരാ നമുക്ക് നോക്കാം. They are from ഗുരുവായൂർ. പേരാണ് വിജി ആൻഡ് നീലു. അമ്മയും മോളുമാണ്. അവരെങ്ങനെ മത്സരിക്കും നമുക്ക് നോക്കാം. Let's welcome വിജി ആൻഡ് നീലു. Welcome Neelu. Welcome ma'am. How are you? Fine. സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നു. Okay. അമ്മയും മോളും എന്തുണ്ട് വിശേഷം? വിശേഷം നല്ല വിശേഷങ്ങൾ തന്നെ. ഇതിൽ ചാൻസ് കിട്ടി തന്നെ ഒരു നല്ല വിശേഷം. അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ പോയി ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു വിട്ടു. അച്ഛൻ ഓൾ ദി ബെസ്റ്റ്. അച്ഛനിപ്പോ പ്രാർത്ഥിക്കുന്നതാണോ? ഉണ്ട്. അവര് ഭയങ്കര സന്തോഷത്തിലാണ്. ഓക്കെ. എന്ത് ചെയ്യുന്നു നീലു? ഞാൻ എംഎക്ക് പഠിക്കുന്നു. ആരാ SMS അയച്ചത്? അമ്മയാണ്. ആന്റി അയച്ചത്? ഓക്കെ. അപ്പൊ കാണാറുണ്ടോ എപ്പിസോഡുകൾ? എല്ലാം കാണാറുണ്ട്. ആദ്യം ചെയ്യാറില്ല. അപ്പൊ SMS അയച്ച സമയം മുതൽ ഇനിയിപ്പം സെലക്ഷൻ കിട്ടിയാലോ എന്ന് ആലോചിച്ചിട്ട് നല്ല പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയോ? എല്ലാം ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്താണ് സ്വപ്നം? ആസ് എ ഫാമിലി എന്ത് അച്ചീവ് ചെയ്യാനാണ് ഏറ്റവും വലിയ സ്വപ്നം? നീലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഉണ്ടാവുമല്ലോ അല്ലെ? അതും ഗുരുവായൂരപ്പനെയാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. നന്നായി പഠിച്ച് നല്ലൊരു ഉദ്യോഗം നല്ല പൊസിഷനിൽ എത്തിക്കുക. അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അല്ലെ? 1 കോടി രൂപയാണ് ഞാൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒക്കെ സാക്ഷാത്കരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. This 1 crore is yours. വരൂ ആന്റി നീലു. ആ ക്യാഷ് തൊടുമ്പോ എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നുന്നു. കൂടെ പോരണേന്ന് അതിനെ വിളിക്കുന്നു. വരൂ വരൂ. ഓക്കെ. നമ്മുടെ പ്രൈസ് മണി ഈസ് സ്പോൺസർഡ് ബൈ ധാത്രി. ഈ ക്യാഷ് വരൂ വരൂ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ചെറിയൊരു കാര്യം ഓർമ്മ വന്നു. എൻ്റെ വീടിന്റെ സൈഡിൽ നിൽക്കുന്ന ഒരു ആന്റി ഒരു ദിവസം എല്ലാ കാര്യങ്ങളും വളരെ ക്ലീൻ ആയിട്ട് പറയുന്ന കൂട്ടത്തിലാ. ചേട്ടാ ഇരിക്കൂ, അങ്ങനെയാണ് സംസാരിക്കുക. അപ്പോ ഈ ആന്റി ഒരു ദിവസം കോഴിയെ വിളിക്കുന്നത് ഞാൻ കേട്ടു. കോഴിയെ വിളിക്കുന്നത് എങ്ങനെയായിരുന്നു അറിയാം? കോഴി വരൂ വരൂ എന്നായിരുന്നു വിളിക്കുന്നത്. എന്ന് നമ്മളെല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. സോ അതുപോലെ നിങ്ങളിപ്പോൾ ക്യാഷിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ 1 കോടി രൂപ സ്വന്തമാക്കണമെങ്കിൽ അറിയാമല്ലോ, എൻ്റെ 7 ചോദ്യങ്ങൾ മാത്രം. ആൻഡ് 60 seconds ശരിക്കും ആവശ്യം വേണ്ടി വരും ടു മൂവ് 1 crore rupees. അതുകൊണ്ട് ആദ്യമേ പൈസ വെച്ച് തുടങ്ങുക. വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആലോചിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ. കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ പ്ലീസ് സ്പ്ലിറ്റ് ചെയ്യുക. പൊസിഷൻ ഏതാണ്? വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം 1 കോടി രൂപയുമായി. ഭയങ്കര പേടി ഉള്ളത് പോലെ തോന്നുന്നു. റിലാക്സ്, എന്നാലേ മത്സരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ആർ വി റെഡി ടു പ്ലേ? ഓക്കെ, ലെറ്റ്സ് പ്ലേ വിവൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? ഓരോ ചോദ്യങ്ങൾക്കും 2 കാറ്റഗറീസ് ഉണ്ടാവും. യു കെൻ ഈവൻ ചൂസ് യുവർ കാറ്റഗറി. ഓക്കെ. കാറ്റഗറീസ് ഫോർ ദ ക്വസ്റ്റ്യൻ ആർ പുരസ്കാരം, കായിക താരം. പുരസ്കാരമാണോ? ഓക്കെ. ആൻസർ ഓപ്ഷൻസ് ആർ ട്രിപ്പിൾ ജംപ്, ലോങ് ജംപ്, ഹൈ ജംപ്, ഡബിൾ ജംപ്. ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻ. ഏത് കായിക ഇനത്തിലാണ് കോമൺവെൽത്ത് ഗെയിംസിൽ രഞ്ജിത്ത് മഹേശ്വരി മെഡൽ നേടിയത്? ആൻസർ ഓപ്ഷൻസ് ട്രിപ്പിൾ ജംപ്, ലോങ് ജംപ്, ഹൈ ജംപ്, ഡബിൾ ജംപ്. സമയം ആരംഭിച്ചിരിക്കുന്നു. വെച്ചോളൂ. Seconds remaining. ഉറപ്പല്ലേ? 30 seconds remaining. ഉറപ്പല്ലേ? രഞ്ജിത്ത് മഹേശ്വരി ട്രിപ്പിൾ ജമ്പാണ്. ലോങ് ജമ്പ് അഞ്ജു ബോബി ജോർജ്. ഡബിൾ ജമ്പ് എന്താ? 20 സെക്കൻഡ് റിമൈനിങ്. ട്രിപ്പിൾ ജമ്പ് ഉറപ്പല്ലേ? അതിന് വെക്കാം.
തപ്പല്ലേ ട്രിപ്പിൾ ജമ്പിലാണ് 1 കോടി രൂപ വെച്ചിട്ടുള്ളത്. ലോങ് ജമ്പിലും ഹൈ ജമ്പിലും ഡബിൾ ജമ്പിലും ഒന്നുമില്ല. ആർക്കാണ് ഉത്തരം ഉറപ്പായിട്ട് ഫീൽ ചെയ്തത്? അമ്മയ്ക്കാണ് ഉത്തരം. വാവ്. ലോങ് ജമ്പ് 5 ആണ്. ആ, അപ്പൊ രഞ്ജിത്ത് മഹേശ്വരി എന്റെ ഓർമ്മയിൽ നിൽക്കുന്നത് ട്രിപ്പിൾ ജമ്പ് എന്നാണ്. ആന്റി ഭയങ്കര ഷുവർ ആണോ? എന്താ വെച്ചതിന് ശേഷം ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട വേണ്ട വേണ്ട. വേണ്ട. അപ്പൊ ഭയങ്കര ഷുവർ ആണ്. ആ ആന്റിയാണോ നീലൂടെ എല്ലാ മോട്ടിവേഷനും ഒക്കെ തരുന്നത് ലൈഫില്? ആണ്. നന്നായി. പേരൻസ് രണ്ടുപേരും അച്ഛനും അമ്മയും രണ്ടുപേരും അല്ലേ? Wow, that's quite nice. I like the way you played your first round. And you're so confident about it. Please step forward. നോക്കാം. ട്രിപ്പിൾ ജമ്പിൽ 1 കോടി രൂപയാണ് വെച്ചിരിക്കുന്നത്. ലോങ് ജമ്പിലും ഹൈ ജമ്പിലും ഡബിൾ ജമ്പിലും ഒന്നുമില്ല. ടോപ്പ് ഓർ ഡ്രോപ്പ്? ട്രിപ്പിൾ ജമ്പ് is the right answer. ഏത് മെഡലാ നേടിയെന്ന് അറിയാവോ? ഏതായിരുന്നു? ഗോൾഡ് ആയിരുന്നോ? വെങ്കലം. വെങ്കലം. ആ. വെങ്കലമായിരുന്നു. ഒരു മല കയറി ഇറങ്ങിയ സന്തോഷം. ഒരു മല കേറി ഇറങ്ങിയ ഇറങ്ങി സന്തോഷം. അതേ എനർജിയോടെ അതേ energy-യോടെ. അല്ലേ? ആ. അതോ എനർജി കൂടിയോ? രണ്ടാമത്തെ ചോദ്യത്തിൽ 1 കോടി അടുത്ത തന്നെ മല ഉണ്ടാവുമോ? കയറാനുള്ള ഒരു കയറാനുള്ള തയ്യാറെടുപ്പിൽ. അടുത്തത് കേറാനുള്ള തയ്യാറെടുപ്പിൽ. ഓക്കെ ആന്റി നീലു, ഇനി ബാക്കിയുള്ള ഫാമിലിയിലെ മെമ്പേഴ്സിനെ കുറിച്ച് പറയൂ. അച്ഛനും പിന്നെ ആരാളെ? ബ്രദറാണ്. യങ് ബ്രദർ. അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? അനിയൻ +2 പഠിക്കുന്നു. പേര് നിരഞ്ജൻ. +2. ഇനി +2 സയൻസ് ആണോ? സയൻസ് ആണ് അല്ലേ? ആൻഡ് അങ്കിൾ എന്ത് എന്റെ ചെയ്യുന്നു? പേര് നിരഞ്ജൻ. നിരഞ്ജൻ. ആൻഡ് അങ്കിൾ എന്ത് ചെയ്യുന്നു? മുനിസിപ്പൽ ഓഫീസിൽ റവന്യൂ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ വർഷം റിട്ടയർ ചെയ്തു. ആ, റിട്ടയർ ചെയ്തു. അപ്പൊ ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? അതെ അതെ തീർച്ചയായും. ഇനി ഈ 1 കോടി രൂപ അടുത്ത ചോദ്യത്തിലേക്ക്